അപ്പോൾ ഈ 3 കാര്യങ്ങളാണ് നമുക്ക് ചെയ്യാനുള്ളത്. ഒന്ന്, സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന് തുടങ്ങുന്ന ഏത് തസ്ബീഹിൻ്റെയും തഹ്മീദിൻ്റെയും അദ്കാറുകൾ വർദ്ധിപ്പിക്കുക. നമസ്കാരം ധാരാളമായി വർദ്ധിപ്പിക്കുക. മറ്റു ഇബാദത്തുകളും ധാരാളമായി വർദ്ധിപ്പിക്കുക. ഇബാദത്തിൽ കുറവ് വരരുത്, ദിക്റുകളിൽ കുറവ് വരുത്തരുത്, സുജൂദിൽ അഥവാ നമസ്കാരത്തിൽ, സുന്നത്തായ നമസ്കാരത്തിൽ കുറവ് വരുത്തരുത്. എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സഹായമുണ്ടാകും. മനസ്സിന് വിശാലത ലഭിക്കുന്നതാണ്, ആശ്വാസം ലഭിക്കുന്നതാണ്. മറ്റുള്ളവരുടെ കുത്തുവാക്കുകൾ ഒന്നും തന്നെ അയാളെ ഉപദ്രവിക്കുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അപ്രകാരമായിരുന്നു. ധാരാളം ദിക്റുകൾ പ്രവാചകൻ ചൊല്ലാറുണ്ടായിരുന്നു. പ്രവാചകൻ എന്തൊരു വിഷമമുണ്ടായാലും ഉടനെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമസ്കരിക്കാറായിരുന്നു പതിവ്. അത് നമുക്ക് സ്വഹീഹായ ഹദീസുകളിൽ കാണാൻ സാധിക്കുന്നതാണ്. ളുഹാ നമസ്കാരം രാവിലെ 4 റക്അത്ത് നമസ്കരിച്ചാൽ സ്വഹീഹായ ഹദീസിൽ വന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, യബ്ന ആദം ലാ തഅജിസ് അൻ 4 റക്അത്തിൻ മിൻ അവ്വലിൻ നഹാരി അക്ഫിക ആഖിറഹു. പകൽ തുടങ്ങുമ്പോൾ തന്നെ 4 റക്അത്ത് ളുഹാ നമസ്കരിച്ചാൽ ആ ദിവസത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വ്യക്തിയെ സംരക്ഷിക്കും എന്ന് നമുക്ക് കാണാൻ സാധിക്കും.